ഗൈസ് വാച്ചിങ് അഡോണിസ്. സിറ്റി വേഴ്സസ് യുവന്റസിന്റെ കളി കണ്ടു. പക്ഷെ എന്റെ മോനെ സിറ്റി എന്ത് ഡോമിനൻസ് ആടാ, എന്ത് സീനാടാ. 2-5 5 ഗോളാണ് സിറ്റി അടിച്ചോണ്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ആ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം യുവന്റസിന്റെ അടുത്ത് നിന്നൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി പെട്ടെന്നൊക്കെ വന്നാൽ ഓക്കെ എന്നുള്ളത്. പക്ഷെ സിറ്റി സീന്, നമുക്ക് സിറ്റിക്ക് എന്ത് ടീം, എത്ര ആൾക്കാരെ സിറ്റിക്ക് ഗോൾ അടിക്കാൻ ചറ പറ അടിക്കാൻ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. എന്ത് കിടിലൻ പാസ്, അടിപൊളി പാസുകൾ, നല്ല രസമുണ്ടായിരുന്നു. മറ്റേ ഡെസന്റിന്റെ വെച്ചിട്ട് ബാക്കിയൊക്കെ അടിപൊളി, അത്യാവശ്യം നല്ല കൊള്ളാവുന്ന പാസ്സായിരുന്നു. ഇതിൽ ലൈനപ്പ് ഒക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരുവിധം ടീംസ് ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഇതില് യുവന്റസ് ഞാൻ എന്തുകൊണ്ട് മറ്റേ കോൺസെസോനെ ഇറക്കിയില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇൽഡിസിന് മറ്റേ ചെങ്ങായിനെ ഇറക്കി, പക്ഷെ മറ്റവനെ ഇറക്കിയിട്ടില്ല. യുവന്റസ് മുന്നത്തെ 2 കളി മാറിയല്ല, ഈ കളിയിൽ ഫോർവേഡ് കളിച്ച 3 ഇല്ല, വേറെ ആൾക്കാരാണ്. അവര് ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ ഗെയിമിൽ സ്റ്റാർട്ടിങ് തന്നെ ഡോക്ക് ഒരു ഗോൾ അടിക്കുന്നു. 9-ാം മിനിറ്റിലാണ് ഒരു ഗോൾ അടിക്കുന്നത്, ഫസ്റ്റ് ഗോള്. കിട്ടില്ല ഗോളായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് അസിസ്റ്റാണ് ഇഷ്ടപ്പെട്ടു. എമ്മാരി കിട്ടില്ല സാധനം. ആ നൗറിന്റെ ഒരു കിടില സാധനം, അങ്ങനെ ഒരു ഗ്യാപ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അടിപൊളി സാധനം. അത് ഡോക്ക് വന്ന് എടുത്തുന്നു, കിടില ഫിനിഷ്, ഒരു രക്ഷയില്ല. അലിയുടെ അത്ര നേരം നിന്നിട്ടില്ല. 11-ാം മിനിറ്റിൽ തന്നെ അവർക്ക് അടുത്ത ഗോൾ നന്നാക്കി കിട്ടി. അത് ഹെഡസന്റെ അസിസ്റ്റിലായിരുന്നു. അത് തീരെ ഞാൻ വിചാരിച്ചില്ല. അത് ഇവിടുന്ന് വന്നെന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതിലും കോമഡി മറ്റേ ഗോളുകളിൽ തന്നെ ആ ചങ്ങായി ഓന് നല്ലൊരു പാസ് കിട്ടിയപ്പോൾ ഓൻ ഗോൾ അടിച്ചായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നം, ഓന്റെ സ്വന്തം പോസ്റ്റിലാണ് ഗോൾ അടിച്ചത്. അത് വേറൊരു കോമഡി. കണ്ടപ്പോ ഞാൻ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി, ഇത് ഏത് സൈഡ് ചെയ്യുന്നുള്ളത്. കാരണം അമ്മാതിരി ഫിനിഷിങ് ആയിരുന്നു, അടിപൊളി ഫിനിഷിങ് ചെയ്തത്. തെറ്റിപ്പോയതായിരിക്കും, പാവണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ കളിയാക്കാൻ പാടില്ല, എന്നാലും ഓക്കെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഒമർ മാമൂഷിനെ മാറ്റിയിട്ട് ഹാലൻഡ് ഇറങ്ങാണ്. നിമിഷ നേരം കൊണ്ടാണ് ഹാലൻഡ് ഗോൾ അടിക്കുന്നത്. അത് കോമഡി ഗോൾ സ്റ്റൈൽ. അങ്ങനെ ന്യൂനസേനും തോന്നുന്നു, ന്യൂനസേന് കൊടുത്ത് ആ മൂപ്പര് പാസ് കൊടുത്ത്, ചെങ്ങായി പാസ് കൊടുത്ത്, കോമഡി. തട്ടി 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 ഒരു തട്ടിൽ അങ്ങോട്ട് പോയി എന്നിട്ട് ഓനെന്നെ ചിരിക്കുന്നുണ്ട്. ഓനെന്നെ ചിരിക്കുന്നുണ്ട്. ഓ അങ്ങനെ ഇടയ്ക്ക് മറ്റേ റീപ്ലേ ഒക്കെ നോക്കുന്നുണ്ട്. അമ്മാരി ഒരു കോമഡി സാധനം. ഇങ്ങനെ തട്ടിയിട്ട് ഓ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ തട്ടി പുറത്ത് അതിലേക്ക് ഗോളി പോസ്റ്റിലേക്ക് അങ്ങോട്ട് പോയി. അതൊരു കോമഡി സാധനമായിരുന്നു. അങ്ങനെ ഒരു കോമഡി കളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യുവന്റസിന്റെ 3 ആൾക്കാരെ സബ് അങ്ങോട്ട് മാറ്റുകയാണ്. അതിൽ ഞാൻ കുറേ പ്രതീക്ഷിച്ചു. മറ്റേ എൽഡിസോ ആ ചെങ്ങായൊക്കെ ഉണ്ടേ, ഇവരാന്ന് മാറ്റം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു കിടില അറ്റാക്സ് വരും, ഒരു കിടില സാധനങ്ങളൊക്കെ വരും. കാരണം സ്പോട്ടിൽ വന്ന പാടനെ ഒരു കിടില ഷോട്ട് ഉണ്ടായിരുന്നു. ടാർഗറ്റിന്റെ പുറത്താണെങ്കിലും ഗോളി പോസ്റ്റിന്റെ ഉള്ളിലല്ലെങ്കിലും പുറത്താണെങ്കിലും ഒരു കിടിലൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കിടില സംഭവങ്ങൾ ഇനി വരുന്നു. എവിടെ എന്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് റോഡ്രിയും ഡോക്കും ഒക്കെ കയറിപ്പോയപ്പോ മറ്റവരിറങ്ങി, ഫോഡനൊക്കെ ഇറങ്ങി. ഫോൺ ഇറങ്ങിയപ്പോൾ അടങ്ങിയ പാടൊരു ഗോള്. അത് സെവീനിയോ വിട്ടുകൊടുത്ത മാതിരിയാണ് തോന്നുന്നത്. സെവീന ജസ്റ്റ് ഒന്ന്, ശരിക്കും സെവീനിക്ക് അത് ഗോൾ അടിക്കാം, പക്ഷെ അടിച്ചോട്ടെ എന്നുള്ളതിൽ, ഫോഡൻ അടിച്ചോട്ടെ എന്നുള്ളതിൽ അങ്ങനത്തെ ഒരു ഗോൾ മാതിരിയാണ് തോന്നുന്നത്. അങ്ങനെ വന്ന പാടെ തന്നെ ഫോഡൻ അടിക്കുന്നു. ഹാലൻഡും അതേമാതിരി തന്നെയായിരുന്നു. നേരത്തെ വന്ന പാടെ തന്നെ അടിച്ചുപോയി. ഫോഡനും അതേപോലെ തന്നെ വന്ന പാടെ അടിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 76-ാം മിനിറ്റിൽ ഒരു കിഡിലൻ, ഒരു അന്യായ ഗോൾ ഉണ്ടായിരുന്നു സെവീനിയോന്റെ. പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കാം. അവിടെ നിന്ന് ഒരു കിടില സാധനം പുറത്തേക്ക് വരുന്നു. ഇവനൊരു അന്യായ സാധനം അങ്ങോട്ട് കയറ്റുന്നു. എനിക്ക് അത്രയും നേരം കണ്ടപ്പോൾ ആ ഫീൽ കിട്ടിയത് ഇങ്ങനെ കിടുകിടുന്ന് പറഞ്ഞ രോമാഞ്ചം അങ്ങോട്ട് കയറി വന്നു. ചില ഗോൾ ഉണ്ടാവില്ല, നമുക്ക് കാണുമ്പോൾ ഒരു കിടില ഫീൽ ഉണ്ടാവും. സീന് സാധനം, സീനായിരുന്നു, അടിപൊളി സാധനം. സംഭവം എൻ്റെ ടീമൊന്നുമല്ല, പക്ഷെ ഒരു കിടില ഫീൽ കിട്ടി. ആ ഗോൾ അടിപൊളി. ഇങ്ങനെ ബാറൊക്കെ തട്ടി ഇങ്ങനെ ടക്ക പറഞ്ഞിട്ടൊക്കെ വീഴുക. കളിയിൽ മൊത്തം ഇഷ്ടപ്പെട്ടതിൽ ഒരു കിടില ഗോളായിട്ട് എനിക്ക് അത് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് വ്ളാവിച്ച് ഒരു ഗോൾ അടിക്കുന്നത്, അത് ഒന്ന് പ്രോപ്പറായിട്ട് ആരെയൊന്നും ഓർമ്മയില്ല. ആരോ ഒരു ഡിഫൻഡർ പ്രോപ്പറായിട്ട് നോക്കാത്ത മാതിരി എനിക്ക് തോന്നി. അതിനുകൊണ്ട് വന്ന ഗോളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സിറ്റി അങ്ങനെ ഒരു കളി തോറ്റിട്ടില്ല. ക്ലബ് വേൾഡ് കപ്പിൽ 9 പോയിന്റ് ആയിട്ട് ആകെ സിറ്റി മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. വേറെ ആരും അങ്ങനെ ഇല്ല. ഇനിയിപ്പോ റയലിന്റെ കളി കാണണം, പക്ഷെ എനിക്ക് കാണാൻ പറ്റും തോന്നുന്നില്ല, ചെറിയൊരു പരിപാടി ഉണ്ട്. പക്ഷെ സെവിനിയോന്റെ ഗോള് അടിപൊളി. പിന്നെ വേറൊരു കാര്യവും, സിറ്റി ഫസ്റ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു റയലായിട്ടുള്ള ആ ഒരു കളി ഒഴിവായി കിട്ടുക, അല്ലെങ്കിൽ ഇവരായിട്ട് ഏതു നേരം കളി ഉണ്ടാവും. ഇതിപ്പോ 2 ഭാഗത്താവുന്ന എനിക്ക് തോന്നുന്നു. സാൽസ്ബർഗിനോട് ജയിച്ചു കഴിഞ്ഞാൽ 2 ഭാഗത്താവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ആ ഫെറ്റിക്കില്ലേ ഇങ്ങനെ കണ്ട് കണ്ട് ഇവര് പൊട്ടു നേര് സിറ്റി പൊട്ടു റയലിനോട്. ഇത് ഇന്ന പരിപാടി, ഇവർക്ക് വേറെ പണി ഒന്നുമില്ല. ആടുന്നാണ് സിറ്റീനെ കാണാണ്ടാവും എപ്പോഴും. ഇതിപ്പോ മാറി കിട്ടി സിറ്റി. എനിക്ക് തോന്നുന്നു കുറച്ച് കുഴപ്പമില്ലാത്ത ഡിഫൻഡിങ് ഒന്നുകൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരാൻ പറ്റും. കാരണം ഇവർക്ക് അന്യായമായിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്നത്, ഗോൾ അടിക്കാനൊരു പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.